السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. വേദിയിലിരിക്കുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഐദാൻ അപ്രകാരം സദസ്യർ, കേൾക്കുന്നവർ, ശ്രോതാക്കൾ, സ്ത്രീകൾ, പുരുഷന്മാർ, അള്ളാഹുവിനെ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കാൻ ആദ്യമായി ഉപദേശിക്കുന്നു. അപ്രകാരം ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബയിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് സംസാരിച്ചത് അൽ ജലീസു സാലിഹ് വൽ ജലീസു സൂഇ എന്ന വിഷയത്തെക്കുറിച്ചാണ്. വളരെ ഷോർട്ടായിട്ട് മൂന്ന് ഖുതുബയെക്കുറിച്ച് 5 മിനിറ്റോ 6 മിനിറ്റോ കൊണ്ട് പറഞ്ഞു തീർക്കാം. എന്നിട്ട് നമ്മുടെ സ്ഥിരം വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് എന്നിൽ അർപ്പിച്ചതായ ഉദ്ഘാടനത്തിന് വേണ്ടി സുഹൃത്തുക്കൾ ഏൽപ്പിച്ചതായ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനിടക്ക് ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഐദാൻ സംസാരിച്ചതായ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കും സൂചന നൽകാം. അത് യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ജലീസു സാലിഹ് ജലീസു സൂ എന്ന വിഷയം ഡോക്ടർ ഉസാമ ഖയ്യാത്ത് സംസാരിച്ചത് യഥാർത്ഥത്തിൽ സാധാരണ ഇവിടെ ഞാൻ പറയാറുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് എന്നതുകൊണ്ട് ഷെയ്ഖ് ഐദാൻ ഉണർത്തിയതായ ആയത്തിൽ നാം കേട്ടതുപോലെ മുമ്പ് കേട്ടതാണെങ്കിലും കേട്ടത് തന്നെ കേട്ടുകൊണ്ടേയിരിക്കുന്ന വേളയിൽ അത് നമുക്ക് ഫലപ്രദമാവും, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാണത് എന്നതുകൊണ്ട് മടക്കി പറയുന്നതാണ്. നല്ല കൂട്ടുകാരിയായിരിക്കണം, എപ്പോഴും കൂട്ടുകാരെയായിരിക്കണം എപ്പോഴും നാം സെലക്ട് ചെയ്യേണ്ടത്. ജലീസു സാലിഹ് ജലീസു സൂ, വടക്ക് കൂട്ടുകാർ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് നാം പറയും. നാം ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കുന്ന വേളയിൽ അദ്ദേഹം നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളാണെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം നമസ്കരിച്ചില്ലെങ്കിൽ എന്താ എന്ന് വെക്കരുത്. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഒന്നിരിക്കൽ അദ്ദേഹത്തിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതിൽ വിജയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കുക എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ജീവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിന്നെ അവൻ വടക്കാക്കും പിന്നെ ഭാവിയിൽ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഫിലിം കാണുന്ന, അശ്ലീലം കാണുന്ന, തോന്നിവാസം കാണുന്ന, കാശ് വെച്ചിട്ടോ വെക്കാതെയോ കളിച്ച് ടൈം വേസ്റ്റാക്കുന്ന, തെറ്റ് ചെയ്യുന്ന വിഭാഗത്തോട് കൂടി ജീവിക്കേണ്ട ഗതികേടാണ് എവിടെയെങ്കിലും വന്നു പോയതെങ്കിൽ കഴിവിൻ്റെ പരമാവധി വിട്ടു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നാം പഠിച്ചില്ലേ? അത് ഇന്ന് ഇമാം പറഞ്ഞോ എന്നറിയില്ല, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, മക്ക ഇമാം. പക്ഷേ ഈ സന്ദർഭത്തിൽ പറയാറുള്ളതാണ്. നാം റസൂലുള്ളാഹിന്റെ എളാപ്പ അബൂ താലിബ് ജുലസാഉലൂടെയാണ് വഴിപഴച്ചത്. തങ്ങന്മാരുടെ നേതൃത്വമെന്ന് നാം പരിചയപ്പെട്ടു വരുന്ന അബൂ താലിബിന് കലിമത്ത് തൗഹീദ് ചെല്ലാൻ സാധിച്ചില്ല മരിക്കുന്ന വേളയിൽ. റസൂൽ കയറി ചെന്നു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവോട് വാദിക്കുമെന്ന് പറഞ്ഞു. അള്ളാഹിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കും, അത് പറഞ്ഞ് മരിച്ചാൽ മതി. അള്ളാഹു ഏകൻ, അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ നേർച്ചയാക്കാവൂ, അവനെ മാത്രമേ ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് ഭയപ്പെടാവൂ, സ്നേഹിക്കാവൂ, അവനോട് മാത്രമേ കിണപേക്ഷിക്കാവൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തത്വങ്ങളിൽ നാം പറയുന്ന പദമാണത്. അത് മൂപ്പരോട് പറഞ്ഞപ്പോൾ മൂപ്പര് ജുലസാകളെ നോക്കിയതാണ്. ഒരു ഭാഗത്ത് അബൂജഹലാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് വേറൊരു വ്യക്തി, എല്ലാവരും ശിർക്കിന്റെ ഉടമകളാണ്. അവരെ മാനിച്ചുകൊണ്ട് പറയണ്ടെന്ന് വെച്ചു. അവസാനം വഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണെന്ന് പറഞ്ഞു മരിക്കേണ്ട ഗതികേട് വന്നു. അത് തന്നെയാണ് ഇപ്പോൾ. എന്താ ബുദ്ധിക്ക് വല്ല കുറവുണ്ടോ അബൂ താലിബിന്? എത്ര നല്ല വാക്ക് പറഞ്ഞ ആളാണ്. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമത്തു വൽ അദാറു മസബ്ബതി ഞാൻ ജനങ്ങൾ എന്നെ ആക്ഷേപിക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ സ്വീകരിക്കാത്തതെന്ന് മൂപ്പര് പറഞ്ഞ നിങ്ങളുടെ മതം നല്ല മതമാണെന്ന് അംഗീകരിച്ച വ്യക്തിയാണ്.
അപ്പോൾ കൂട്ടുകാർ വിടക്കായാൽ പെട്ടെന്ന് നമുക്ക് അത് ഫലിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നീ എന്ത് വേണം? നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ സഹപാഠികൾ, സഹപ്രവർത്തകർ, സഹജീവികൾ അപ്രകാരം ജോലി ചെയ്യുന്ന വേളയിൽ എല്ലായിടങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. മദീന ഇമാമ് ഇന്ന് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ എന്ന ആയത്ത് സാധാരണ നാം മിമ്പറിൻ്റെ മീതെ കേൾക്കാറുള്ള ആയത്ത്, സാധാരണ മിമ്പറിൻ്റെ മീതെ സലഫ് സാലിഹ്യങ്ങൾ പണ്ട് പറഞ്ഞ ആയത്ത്, മഹാനായ അൽ ഇമാം അൽ ഹസനുൽ ബസരിയെ പോലത്തെ, അൽ ഇമാം ഖതാദ സദൂസിയെ പോലത്തെ നമ്മുടെ സലഫ് സാലിഹ്യങ്ങളെല്ലാം ഇന്ന് മദീന ഇമാം ഉണർത്തിയതുപോലെ മുസ്ലിങ്ങൾക്ക് അനിവാര്യമായ സർവ്വ സ്വഭാവപരമായ നല്ല കാര്യങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടതായ ഒരു ആയത്താണ് ഈ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായ ആയത്ത് മാത്രമാണ് വളരെ ഷോർട്ടായിട്ട് ഇമാം ഷെയ്ഖ് ഹുസൈൻ ആല ഷെയ്ഖ് ഇന്ന് മസ്ജിദുൻ നബവിയിൽ സംസാരിച്ചതായ ഭാഗം. അതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട ഭാഗം ഏറ്റവും ഷോർട്ടായ ആയത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. നാം അതിൽ അള്ളാഹ് കൽപ്പിച്ചതാണ് നീതി, എല്ലായിടങ്ങളിലും നീതി. വഇദാ ഖുൽതും ഫഅദിലു, സംസാരിക്കുകയാണെങ്കിൽ പച്ചക്കള്ളം പറയരുത്, റസൂലുള്ളാഹിന്റെ പേരിൽ ചീത്ത പറയരുത്, റസൂൽ പറയാത്ത പറയരുത്, റസൂലുള്ളാഹിന്റെ ജഡം തൊട്ട സാധനമാണെന്ന് ഇല്ലാത്തത് പച്ചക്കള്ളം പറഞ്ഞ് കാശുണ്ടാക്കരുത്. ഇന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇദാൻ ഉണർത്തിയതാണ്, ഞാൻ പറയല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ കേട്ടതാണ് എന്ത്? റസൂലുള്ളാഹിന്റെ ശരീരം, ഷറഫാക്കപ്പെട്ട ശരീരം തൊട്ട സാധനത്തിന്റെ ബർക്കത്തുണ്ട് എന്നതിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. സൗദി ഗവൺമെന്റ് അംഗീകരിക്കുന്നതാണ്, ഇവിടുത്തെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതാണ്. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരം തൊട്ട സാധനം ഇന്ന് ഭൂമിയിൽ ഇപ്പോൾ ശേഷിക്കുന്നുണ്ടോ? ഇത് ഐക്യകണ്ഠേന തീരുമാനിക്കപ്പെട്ടതല്ല. തെളിവ് സഹിതം നിരത്തിവെക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു തെളിവുമില്ല എന്നതുകൊണ്ട് തന്നെ 1400 വർഷം മുമ്പുള്ളതായ മുടി പെട്ടെന്ന് എങ്ങനെയാണ് ഇന്ന് പൊങ്ങി വന്നത്? അതൊരു പച്ചക്കള്ളമല്ലാതെ യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. അത് പിരിവിന് വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി, പ്രത്യേക ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാവുന്നതാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർക്ക് സാധിക്കുകയില്ല എന്നതാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഈദാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് സൗദി അറേബ്യൻ പണ്ഡിതന്മാരിൽ, പ്രബോധകന്മാരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. റിയാദിൽ നിന്നിട്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ള മലയാളികളുടെ സദസ്സ് ഉപയോഗപ്പെടുത്തണമെന്ന് അയാൾക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അല്പസമയത്തിലൂടെ അദ്ദേഹം നാം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത ക്യാമ്പയിൻ പരിപാടിയുടെ ആ വിഷയത്തിന്റെ മുഖവുര എന്നോണം അത്തരം കാര്യങ്ങൾ ഉണർത്തിയത്. അത് നാം മദീന ഇമാം ചർച്ച ചെയ്ത വിഷയം പറയുമ്പോൾ അതിൽ നീതിയാണ് പറയേണ്ടത്, നീതിയാണ് പ്രചരിപ്പിക്കേണ്ടത്, അതിലാണ് നാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നല്ലാതെ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ദീനിനെ ചുരുങ്ങിയ കാശ് കൊണ്ട്, വളരെ ചുരുങ്ങിയ വില കൊണ്ട് വിൽപ്പന നടത്തുക എന്ന അല്ലാഹ് പറഞ്ഞ തമനൻ ഖലീല വയസ്തറൂന ബിഹി തമനൻ ഖലീല ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ. ദീനിന്റെ പേരിൽ ആ സൈസ് കാശുണ്ടാക്കുന്നവർ പള്ളയിൽ അവർ തിന്നുന്നത് തീയാണ് എന്നാണ് സൂറത്തുൽ ബഖറയിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറയുന്നത്. നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നബിയോട് സംസാരിക്കുമ്പോൾ തന്നെ ഫിദാക ഉമ്മി വ അബി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂബക്കർ സംസാരിക്കാറുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മാതാവും പിതാവും പ്രായശ്ചിത്തം നൽകുന്നു ദൂതരെ എന്ന പദപ്രയോഗം നടത്തിക്കൊണ്ടാണ് ആ മഹാത്മാക്കൾ അവരോട്, റസൂലിനോട് സംസാരിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെയുള്ളതായ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കണ്ണിലുണ്ണിയാണ്. അവരെ നാം സ്വശരീരത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കണം, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കണം. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അവരുടെ പേരിൽ പച്ചക്കള്ളം പറയാൻ പാടുള്ളതല്ല, ഇല്ലാത്തത് പറയാൻ പാടുള്ളതല്ല. 70ഓളം സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നാം പഠിച്ചു വരുന്നതാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും റസൂൽ പറയാത്തതായ കാര്യം പറഞ്ഞു എന്ന് റസൂലിന്റെ പേരിൽ ഇല്ലാത്തത് ഉണ്ടാക്കി കെട്ടിപ്പറഞ്ഞാൽ അവന്റെ പാർപ്പിടം നരകമാണെന്ന് ഉറപ്പാക്കിക്കൊള്ളട്ടെ എന്ന് ജീവിതത്തിൽ കളവ് പ്രിയാത്തവരും ഈ പള്ളിയിൽ വരെ നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇഹ്സാൻ അതൊക്കെ ഞാനിവിടെ നീട്ടി വലിച്ച് പറഞ്ഞ വിഷയങ്ങളാണ്. അതിലും ഇഹ്സാനൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ആ ആയത്തിൽ ഷോർട്ടാക്കി വിവരിച്ചപ്പെട്ടതാണ് ഇഹ്സാൻ, നന്മ. ഇഹ്സാൻ എന്നതിൽ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മ അതിൽ ഉൾക്കൊള്ളുന്നു. നാം പരസ്പരം ചെയ്യുന്നതായ സതുപദേശങ്ങളും അപ്രകാരം തന്നെ സഹായങ്ങളും സഹകരണങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു. ഒരു മുസ്ലിം മുഹ്സിനായിട്ടല്ലാതെ ജീവിക്കാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിം മറ്റുള്ളവർക്ക് സ്വയം നന്മ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരിൽ അവൻ്റെ നന്മ വ്യാപകമായില്ലെങ്കിൽ അവൻ മുസ്ലിമല്ല.
നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, വലാ തദാബറൂ, മുസ്ലിമിന് നിന്നെ ആവശ്യം വരുമ്പോൾ നീ പിന്നോട്ട് ഓടരുത്, നീ അവൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് കൽപ്പിച്ച മതത്തിൻ്റെ ഉടമകളാണ് നാം. ഇഹ്സാന്റെ ഏറ്റവും മീതെ നിൽക്കുന്ന അർത്ഥമാണ് നാം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് ചോദിച്ച ചോദ്യത്തിൽ നിന്നിട്ട് കിട്ടിയ മറുപടിയിൽ മൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന മറുപടിയിലൂടെ പഠിച്ചതായ ഭാഗം. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ കാണുമ്പോൾ ആരാധിക്കുക. നാം എപ്പോൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റബ്ബ് നമ്മെ കാണുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ നിൽക്കണം. അപ്പോഴോ നാം നമ്മുടെ കൈകൊണ്ട് മൂക്കിലോ കാതിലോ വെച്ച് കളിക്കൂല. നാം വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പറയുന്ന വാക്കിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സലഫു സാലിഹ്യങ്ങൾ നമസ്കരിക്കാറുള്ളത് പോലെ നമസ്കരിക്കാൻ അത് നമുക്ക് സഹായകമായി മാറും. നീ അവനെ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നുണ്ട് എന്ന വിശ്വാസം ഉണ്ടാവുക. അതാണ് ഇഹ്സാൻ. ഇഹ്സാന്റെ പ്രധാനപ്പെട്ട അർത്ഥം അത് നമ്മുടെ ജീവിതത്തിൽ സകലം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, നീ എവിടെ നിൽക്കുമ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നീ സുജൂദിൽ കിടക്കുമ്പോൾ, ജനങ്ങളോട് കൂടി ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ, നീ തനിച്ച് റൂമിൽ വെച്ചിട്ട് പെണ്ണുങ്ങൾ നമസ്കരിക്കും പോലെയാണോ നമസ്കരിക്കുന്നത്? അല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പള്ളിയിൽ ചെന്ന് ജമാഅത്തോടു കൂടിയാണ് നമസ്കരിക്കുന്നത്. ഇത് ഞാൻ കാണുന്നുണ്ട് എന്ന് ഖുർആൻ പറയാണ്. അള്ളാഹ് പറയാണ്, ഞാനത് അറിയുന്നുണ്ട്. ഈ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ പള്ളികൾ കെട്ടാൻ ഞാൻ കൽപ്പിച്ചത് നീ വീട്ടിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാനല്ല. നീ നിസ്കരിക്കേണ്ടത് പുരുഷൻ, അത് പള്ളിയിലാണ്. പള്ളി ഫീഹി റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. പരലോകത്തിൽ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ, മറുപടി പറയണമല്ലോ. അവിടെ കണ്ണുരുട്ടേണ്ട ലോകമാണല്ലോ, ഹൃദയക്കുഴിയിലേക്ക് തൊണ്ടക്കുഴിയിലേക്ക് ഹൃദയം കയറുന്ന ദിവസമാണല്ലോ എന്നതോർത്തുകൊണ്ട് അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം മറക്കുന്ന ആ മൂമിനിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ പുരുഷന്മാർ അവരെ അള്ളാഹു പുകഴ്ത്തിയത് പള്ളിയിൽ നമസ്കരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നാം ഈ പള്ളിയിൽ നമസ്കരിക്കുന്നതായ വേളയിൽ ഇഹ്സാനോടുകൂടിയാണോ നമസ്കരിച്ചത് എന്നത് അള്ളാഹ് കാണുന്നുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള ഇഹ്സാനാണ് ഇന്ന് ഇമാം മദീന മിമ്പറിന്റെ മീതെ സൂചിപ്പിച്ചതായ ഭാഗം. റിയാദിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള അല ഷെയ്ഖ് അവിടുത്തെ ബിഗ് ജുമാ മസ്ജിദിൽ വെച്ചിട്ട് ഇവിടുത്തെ ചീഫ് മുഫ്തിയും സൗദി അറേബ്യൻ പണ്ഡിത സഭയുടെ തലവനുമായ അറഫയിൽ പ്രസംഗിക്കാറുള്ളതായ ഇമാമ് ഇന്ന് റിയാദിൽ പ്രസംഗിച്ചത് കളവ് എന്നതാണ്. കളവ് എന്നത് നമ്മുടെ വിഷയത്തോട് വളരെ ബന്ധമുള്ള വിഷയമാണ്. പച്ചക്കള്ളം പറഞ്ഞ് ദീൻ പ്രചരിപ്പിക്കരുത്. ദീൻ സത്യം പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ളതാണ്. ദീൻ സിദ്ഖിന്റെ മതമാണ്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിന്റെ പരിസരത്തിൽ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, സിദ്ഖിന്റെ സത്യസന്ധർക്ക് ഇരിക്കാനുള്ളതായ പാർപ്പിടം റബ്ബിന്റെ പരിസരത്തിൽ ഇരിക്കുന്നവർ പരലോകത്തിൽ അവരാണ് എന്ന് റബ്ബ് പറഞ്ഞ ആ സത്യസന്ധരായി നാം മാറണം. നമ്മുടെ മതത്തിന്റെ എ തൊട്ട് സെറ്റ് വരെ, കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഏത് വിഷയങ്ങൾ ചർച്ചക്കിടുകയാണെങ്കിൽ ഒരു കളവും ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞു പോകരുത്. അങ്ങനെ ദീനിന്റെ പേരിലും ഇസ്ലാമിന്റെ പേരിലും കളവ് പറയാൻ പാടില്ല എന്ന വിഷയമാണ്. കളവ് എന്ന വിഷയം പറയുമ്പോൾ മുൻപന്തിയിൽ വരിക ആ ഇനത്തിൽപ്പെട്ടതാണ് ദീനിന്റെ പേരിൽ ഇല്ലാത്ത കരിഞ്ചന്തകൾ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ ഇപ്പോൾ ഇവിടെ ഉണർത്തിയതുപോലെയുള്ളതായ അനിസ്ലാമിക കരിഞ്ചന്തകൾ ദീനിന്റെ പേരിൽ കൂട്ടിച്ചേർക്കുന്നത്. അള്ളാഹുവിന്റെ മതം പരിപൂർണമാണ്. അതിലേക്ക് ഒരു വള്ളിക്കോ പുള്ളിക്കോ കൂട്ടിച്ചേർക്കേണ്ടതോ കോർക്കേണ്ടതോ ആവശ്യമില്ല. അള്ളാഹ് ഈ മതം ഇറക്കിയപ്പോൾ നമ്മുടെ ആവശ്യം നമ്മുടെ അള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ടല്ല ഇറക്കിയത്. കുറച്ച് ഷിട്ടികളുടെയും കുറച്ച് പ്രത്യേക തത്വങ്ങളുടെയും കുറച്ച് ബുദ്ധികളുടെയും ആവശ്യം എൻ്റെ ദീനിനുണ്ട് എന്നല്ല അള്ളാഹ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അല്യൗമ, ഈ മതത്തിന്റെ അവസാന ദിവസം റസൂൽ പ്രസംഗിച്ച ഖുതുബോദിയ മസ്ജിദിൽ നമിറയിൽ വെച്ചിട്ട് അവിടെ ഖുതുബോദിയ സമാപിച്ചപ്പോൾ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം, നിങ്ങൾക്ക് പ്രീതിപ്പെട്ടുകൊണ്ട് ഞാൻ ഇറക്കിയ മതം, നിങ്ങൾക്ക് പരലോകമോക്ഷം ലഭിക്കുന്ന മതം, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള മതം, ആ മതം ഇന്നത്തതോട് പൂർത്തിയായി. അതിലെന്തില്ല? അതിൽ അനിസ്ലാമികമായ ഒന്നും തന്നെ ഇനി കൂട്ടിച്ചേർക്കാൻ പാടുള്ളതല്ല. ഞാൻ ഇവിടെ പോകുന്ന വേളയിൽ എന്തുണ്ട് അതാണ് മതം. അല്ലാത്തത് മതമാവുകയില്ല. അത് റൂസ് എന്ന പേരിലാവട്ടെ, ജന്മദിനാഘോഷം എന്ന പേരിലാവട്ടെ, മരണദിനാഘോഷം എന്ന പേരിലാവട്ടെ, ഓണം കൊണ്ടാടലാവട്ടെ, അല്ലെങ്കിൽ ക്രിസ്തുമസ് കൊണ്ടാടലാവട്ടെ, അല്ലെങ്കിൽ ഖബർ കെട്ടിപ്പൊക്കലുകളാവട്ടെ, എന്തെല്ലാം ഇവിടെ വന്നു റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് ശേഷം ദീനിൽ റസൂൽ പറയാത്തത് അതെല്ലാം ദീനല്ല. എന്തുകൊണ്ട്? അള്ളാഹിന്റെ മതം റസൂലുള്ളാഹി ഇവിടെ വന്നു പോകലോട് കൂടി പൂർത്തിയായി. അത് വിശദീകരിച്ച് തരലായിരുന്നു സഹാബാക്കൾ ചെയ്തത്. അത് വിശദീകരിച്ച് തരലായിരുന്നു താബിഈങ്ങളും മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളും
കാര്യങ്ങളും ചെയ്തത്. അവരുടെ പോക്കറ്റിൽ നിന്നിട്ട് ആരും ദീനില്ലാത്തത് കൂട്ടിച്ചേർത്തിട്ടില്ല. ഇന്ന് മതത്തിലേക്ക് ചേർത്ത് പറയുന്നവരില്ലാത്ത മുടിയും ഇല്ലാത്തതായ അനാചാരങ്ങളും മതത്തിന്റെ പേരിൽ കൂട്ടിച്ചേർക്കുന്നത് പോലെ അള്ളാഹുവിനെ ഹിദായത്തിലാക്കട്ടെ, അള്ളാഹുവിനെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, അള്ളാഹുവിനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കട്ടെ എന്നാണ് ഇത്തരണത്തിൽ നമുക്ക് പറയാനുള്ളത്. നാം ആരെയും ചീത്ത പറയുന്നതല്ല, നാം ഇസ്ലാമിലേക്ക്, സത്യത്തിലേക്ക്, ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിലേക്ക് ലോകത്തെ ക്ഷണിക്കുക എന്നതാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ നടത്തുന്നതായ ഉദ്യോഗം, ഡ്യൂട്ടി എന്നല്ലാതെ ദീനിലില്ലാത്തതായ വല്ലതും ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഞങ്ങളോട് പറയൂ, ഞങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ഷെയ്ഖ് മഹാനായ അമീർ സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ് ഇവിടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഖുതുബ പ്രസംഗിച്ചതായ വേളയിൽ ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ ദീനിലില്ലാത്ത വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഞങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമീർ റിയാദ് ഗവർണർ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, ലോക വാർത്താ വിനിമയ കേന്ദ്രങ്ങൾ പ്രക്ഷേപണം ചെയ്ത വാക്കാണ്. അതുകൊണ്ട് ദീനിലില്ലാത്തതൊന്നും ഇവിടെ ആരും പറയുന്നില്ല, ദീനിലുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇല്ലാത്തത് ഉണ്ടാക്കിയതായ കെട്ടിപ്പൊക്കരുത് ഖബറി എന്ന് റസൂൽ പറയുമ്പോൾ കെട്ടിപ്പൊക്കി ഡോം ഉണ്ടാക്കി അതിന്റെ പേരിൽ നേർച്ചകളും പൂരകളും ഉണ്ടാക്കിയ, ഇസ്ലാമിൽ ഇല്ലാത്തതായ അമുസ്ലിങ്ങളോട് തുല്യപ്പെടുന്നതായ മേളകൾ ഉണ്ടാക്കിയ, ആനപ്പോക്ക് ഉണ്ടാക്കിയ അങ്ങനെയുള്ളവരോട് നിങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഉള്ളത് മാത്രം നിർത്തൂ, ഇല്ലാത്തത് ഒഴിവാക്കൂ, ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്ന് ഇവിടുത്തെ നേതൃത്വങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ദീന്റെ പേരിൽ കളവ് പറയരുത്, മുസ്ലിം കളവ് പറയരുത്. മുസ്ലിം ലുബ്ധനാവുമോ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലുബ്ധനാവാം പക്ഷേ കള്ളം പറയൂല. ഇത് മുസ്ലിം കള്ളം പറയൂല, മുസ്ലിം കളവ് പറയാൻ പറ്റൂല. കളവ് പറഞ്ഞാൽ എന്തിനാ കൊള്ളാം മനുഷ്യൻ? നമ്മുടെ ഉറ്റ സുഹൃത്ത് തന്നെ ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം ആ കളവ് പറഞ്ഞ വ്യക്തി നമ്മുടെ കണ്ണിൽ നിന്നിട്ട് വീണു അല്ലേ? അപ്പോൾ കളവ് എന്നതാണ് റിയാദ് ഇമാം എന്ന് പ്രസംഗിച്ച സബ്ജക്റ്റ്. ഈ കളവ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും പാടുള്ളതല്ല എന്നതാണ്. അത് നീട്ടിവലിച്ച് അദ്ദേഹം പറഞ്ഞു, നീട്ടിവലിച്ച് ഞാനും ഇവിടെ ഈ സദസ്സിൽ പലപ്പോഴും കളവ്, അതുപോലെ അതിനു മുമ്പ് സംസാരിച്ച ഇഹ്സാൻ, അതിനു മുമ്പ് സംസാരിച്ച അതിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഏതാനും 20-15 മിനിറ്റ് ശേഷിക്കുന്നു. ആ അതിനിടയിൽ ഞാൻ ഇൻഷാ അള്ളാഹ് ഇവിടെ എന്നിൽ ഇന്ന് അർപ്പിക്കപ്പെട്ട ഇത് എൻ്റെ സ്ഥിരം ക്ലാസ്സാണ്. 10 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി ഈ പള്ളിയിൽ നാം ക്ലാസ് എടുക്കാൻ ആരംഭിച്ചിട്ട് അതിനു മുമ്പ് നാം ദശവർഷങ്ങൾ ക്ലാസ് എടുത്തത് സഫ ഹാളിലും അതുപോലെ തന്നെ ഹിലാൽ ലോഡ്ജിലും ദാറുൽ ഹുദയിലും പല സ്ഥലങ്ങളിലായിരുന്നു ഉച്ചക്കത്തെ ക്ലാസ്. പഴയ മുഖങ്ങളോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ ഈ മാസം പ്രവേശിക്കലോടുകൂടി 10 വർഷം പൂർത്തിയായിരിക്കുകയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നതായ സന്ദർഭത്തിൽ എന്നതുകൂടി ഉണർത്തുന്നു. അപ്പോൾ നമ്മുടെ വിഷയം ഓരോ ആഴ്ചയിലും ഓരോ വിഷയങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ഞാൻ ഇവിടെ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ ചാൻസ് കിട്ടാത്തതായ പുതുമുഖങ്ങളായ മലയാളികളെ സംഘടിപ്പിക്കേണ്ട ബാധ്യത നിങ്ങളെ ാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ ക്യാമ്പയിൻ നടത്തുന്നത്. കാരണം ഈ ഇവിടെ വരാത്തവർക്ക് അറിയുകയില്ല എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെയുള്ള മുഖങ്ങളൊക്കെ പലരും ഒരു പ്രാവശ്യം വന്നതിന് ശേഷം കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇവിടെ വന്നാൽ കിട്ടിയ വിസ മുതലാക്കാൻ പറ്റുമെന്ന് കരുതിയത് കൊണ്ടാണ് പിന്നെയും വരുന്നത്. ആ ഭാഗ്യം മറ്റുള്ളവർക്കും കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്നതുകൂടി ഓർത്തിയിട്ട് നമ്മുടെ ഇവിടെ അർപ്പിക്കപ്പെട്ട വിഷയമാകുന്ന വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയ്ക്ക് എതിരെ എന്നതായ വിഷയത്തെ ഉദ്ഘാടന കർമ്മം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അത് വളരെ ഷോർട്ടായിട്ടാണ് ഓതിവെച്ചതായ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിൻ അൻസലല്ലാഹു മിനൽ കിതാബ്. അല്ലാഹു ഖുർആനിലൂടെ ഇറക്കിയതായ ഈ ഗ്രന്ഥത്തിൽ സത്യമായ ഭാഗങ്ങളെ കരുതിക്കൂട്ടി എൻ്റെ വിശദീകരണമാണ്. സ്ഥാനമോഹത്തിന് വേണ്ടിയോ സ്ഥാനപ്രേമത്തിന് വേണ്ടിയോ കുർസി പ്രേമത്തിന് വേണ്ടിയോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ജനങ്ങളുടെ ഇടയിൽ പേരും പെരുമയും കിട്ടാൻ വേണ്ടിയോ സത്യം ജനങ്ങളോട് പറയാതെ മറച്ചു വെക്കുന്ന വിഭാഗം, വയസ്തറൂന ബിഹി സമനം ഖലീല, എന്നിട്ട് ദീനിന്റെ പേരും പറഞ്ഞിട്ട് കാശുണ്ടാക്കുന്ന വിഭാഗം. എന്നിട്ടോ അള്ളാഹു പറയുന്നു ലൈക, അങ്ങനെയുള്ള വിഭാഗം കള്ളം പറഞ്ഞ് കരിഞ്ചന്ത നടത്തി ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കുന്ന വിഭാഗം, അവരുടെ പള്ളയിൽ അവർ തിന്നുന്നത് തീയല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹു തുടർന്നു, നരകമല്ലാതെ
തീയല്ലാതെ അവർ തിന്നുന്നില്ല. അവരോട് റബ്ബ് സംസാരിക്കുന്നതല്ല പരലോകത്തിൽ. അവർക്ക് റബ്ബ് പരിഷ്കരണം അല്ലെങ്കിൽ ശുദ്ധീകരണം നൽകുന്നതല്ല അവരുടെ ദോഷത്തിൽ നിന്നിട്ട് പരലോകത്തിൽ. വലഹും അദാബുൻ അലീം, അവർക്ക് കഠിന കഠോരമായ ശിക്ഷയുണ്ട്. ഉലൈക, ആരാണവർ? ഇഷ്തറവുൽ ളലാലത ബിൽ ഹുദാ, വഴികേടിനെ കാശ് കൊടുത്തിട്ട് സന്മാർഗം പകരം കൊടുത്തിട്ട് അവർ വാങ്ങിയവരാണ്. സന്മാർഗത്തെ വിറ്റു, ദീനിനെ വിറ്റു. ദീനിന് പകരം തട്ടിപ്പ്, ദീനിന് പകരം വെട്ടിപ്പ്. സുബ്ഹാനല്ലാഹ്, പണ്ടൊക്കെ പറയപ്പെടാറുണ്ട്. അത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഇപ്പോൾ അത് പ്രാക്ടിക്കലായി നാം കാണാണ്. പണ്ടൊക്കെ പറയപ്പെടാറുണ്ട്, എന്ത്, രണ്ടാളിങ്ങനെ ഇറാഖ് പരിസരത്തിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പോലോ. എന്ത്, ഗ്രന്ഥങ്ങളിലുള്ളതാണ്, സംഭവിച്ചതായിട്ട് ഗ്രന്ഥങ്ങൾ സ്ഥിരീകരിച്ചതാണ്. അവർ കയറിയ കഴുതനെ കുഴിച്ചിട്ട് ഖബറാണ് ഒലിയാണെന്ന് വാദിക്കാം, എന്നിട്ട് കാശുണ്ടാക്കാം. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കാശ് ഇങ്ങനെ വരാൻ തുടങ്ങി ഖബറിൻ്റെ പേരിൽ. അപ്പോഴോ കാശ് വരാൻ ആരംഭിച്ചപ്പോൾ അവർ രണ്ടുപേരും ഇടിയും പിടിയും കൂടി. രണ്ടാളാണ്. കാശ് കൂടുമ്പോൾ അങ്ങനെയാണ്, എവിടെയും കാശ് വന്നാൽ ഇടി കൂടുമല്ലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഇടിയും അടിയും കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷോർട്ടാക്കുന്നു, ഞാൻ കഥയൊന്നും പറയുന്നില്ല, നമുക്ക് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഒരാൾ മറ്റോട് പറഞ്ഞു, ഇവിടെ കിടക്കുന്ന ഒലിയിനെ തന്നെയാണ് സത്യം, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു. അപ്പം മറ്റാൾ പറഞ്ഞു, കേട്ടാ പോത്തെ, അത് കഴുതയല്ലേ, ഒലിയാണോ? അപ്പോൾ കളവ് പറഞ്ഞിട്ട് തുടങ്ങി വെച്ചതായ ബിസിനസ് മൂപ്പരെന്നെ മറന്നിരിക്കുകയാണ് അത് കളവാണെന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കള്ളം പ്രചരിപ്പിക്കുക, എന്നിട്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ കണ്ട നാട്ടിനെക്കുറിച്ച് എനിക്ക് പറയാമല്ലോ. ഞാൻ ഇത് കണ്ട നാടാണ് ഇറാഖ്. ഇറാഖിൽ പോയപ്പോൾ അവിടെ നജിഫുൽ അഷ്റഫ് എന്ന പേരിലൊരു ഭൂമിയുണ്ട്, ഒരു നാടുണ്ട്. അവിടെ മഹാഡോം, കോലപ്പെടുത്താൻ പറ്റാത്ത കലയിൽ ഇങ്ങനെ ലങ്ങുന്ന, വർണ്ണിക്കാൻ പറ്റാത്തതായ ഡോം. ആ ഡോമിൻ്റെ അകത്ത് അലി ഇബ്നു അബി താലിബിൻ്റെ ഖബറാണെന്നാണ് നിഗമനം. പച്ചക്കള്ളം. അലി ഇബ്നു അബി താലിബ് എവിടെ ഖബറടക്കപ്പെട്ടു എന്നത് ആർക്കും അറിയുകയില്ല എന്നാണ് ചരിത്രം. എന്തുകൊണ്ട് അറിയുകയില്ല? അവിടെ ഇരുട്ടിൽ ആരും അറിയാതെ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ ആഭ്യന്തര വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എവിടെ ഖബറെന്ന് അവർക്കറിയില്ല, കൊന്നാൾക്കറിയില്ല. അതുപോലെ തന്നെ മറുവിഭാഗത്തിന് അറിയുകയില്ല. അതുകൊണ്ട് അലി ഇബ്നു അബി താലിബിന്റെ പേരിൽ ഇപ്പോൾ ഇന്ന് വരെ അവിടെ ഹജ്ജ് നടക്കുകയാണ്. ഹജ്ജാണ്, സിയാറത്തല്ല. എന്താ നടക്കുന്നത്? ഹജ്ജ നടക്കുന്നത്. അവരുടെ വിശ്വാസം എന്താണ്? അവിടെ അലി ഇബ്നു അബി താലിബ് ഉണ്ട് എന്നാണ്. എന്നാൽ പിന്നെയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫ്ഗാൻ ചരിത്രം അഫ്ഗാൻ യുദ്ധം നടന്നതായ കാലഘട്ടത്തിൽ ഓർക്കുന്നുണ്ടല്ലോ ഒരു പട്ടണം, ഞാൻ ഓർമ്മിപ്പിച്ചരാം, മസാർ ഷരീഫ്. ഓർമ്മ വന്നോ? വാർത്തകളൊക്കെ വായിക്കുന്ന ആൾക്കറിയാം. മസാർ ഷരീഫ്, താലിബാനൊക്കെ തകർത്തപ്പെട്ട കാലഘട്ടം. അപ്പോൾ മസാർ ഷരീഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മസാർ ഷരീഫ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ അലി ഇബ്നു അബി താലിബിന്റെ ഖബറാണെന്ന പേരിലുള്ളതായ കൃത്രിമ ഖബർ. എന്നിട്ടോ അവിടെയും നടക്കുന്ന എല്ലാ അനാചാരങ്ങൾ, അവിടെയും നടക്കുന്ന എല്ലാ ആനപ്പോക്കുകളും സന്തലപ്പോക്കുകളും. അപ്പോൾ ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിട്ട് കാശുണ്ടാക്കുന്ന പദ്ധതി അത് പലയിടങ്ങളിലും ഉള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ ഈജിപ്തിൽ പോയതായ സമയത്ത് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ സന്ദർശിച്ചു. ഷാഫി ഇമാമിൻ്റെ ഖബറും കേരളക്കാർക്ക് പരിചയമുള്ളവരും മഹാൻ നേതാവൊക്കെയാണ്. നമുക്ക് മഹാത്മാക്കളിലൊന്നുമല്ല ആക്ഷേപം. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റൊക്കെ ചെയ്യുന്നവരുടെ പേരിൽ വശീകരണം ഉണ്ടാക്കുന്നവർക്കാണ്, തട്ടിപ്പ് നടത്തുന്നവരെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അവിടെ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇബ്നു മുബാറക്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിൻ്റെ ഖബർ എന്ന പേരിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഠിച്ച മനുഷ്യനായതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഖുറാസാനിയാണ്, അദ്ദേഹത്തിൻ്റെ നാട് ഖുറാസാനാണ്. അദ്ദേഹം ജീവിച്ച് അവസാന കാലഘട്ടം അദ്ദേഹത്തിൻ്റെ നാടാകുന്ന ആ ബിലാദ് മാ വറ അന്നഹർ എന്ന് പറയുന്നതായ റഷ്യൻ ഭാഗങ്ങളായി എണ്ണപ്പെടുന്നതായ ആ ഭാഗത്താണ് മൂപ്പര് മരിച്ചത്. ഇവിടെ ഖബർ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ മറുപടി, അവിടുന്ന് തലപ്പാവ് ധരിച്ച ആൾക്കാരുടെ മറുപടി, അത് ഷാഫി ഇമാമിൻ്റെ ആയിരത്തോളം ഉസ്താദ് അയാൾ പറഞ്ഞിട്ടില്ല, എനിക്കറിയാം 1000 ഉസ്താദാണ്. 1000 ഉസ്താദന്മാരാണ് ഷാഫി ഇമാമിനുള്ളത്. ആ 1000 ഉസ്താദന്മാരിൽ നിന്നിട്ട് ഒരു ഉസ്താദാണ് ആര്? അബ്ദുല്ലാഹി മുബാറക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഖബർ ഉണ്ടാക്കിയതാണ്, കറുത്തർമേ ഖബർ ഉണ്ടാക്കിയതാണ്. കാഞ്ഞങ്ങാട് കാളിയാർ ആറ്റക്കോയ തങ്ങൾ മരിച്ചുപോയി. എൻ്റെ ദൂരത്തെ ഉസ്താദായിട്ട് എണ്ണപ്പെടാം, കാരണം അദ്ദേഹത്തിന് പലതും ഞാൻ പഠിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഹൈവേ റോഡ് ഉണ്ടായ കാലത്ത് ഒരാൾ വന്നു, ചോദിച്ചു എന്താണെന്ന്. നമ്മൾക്കൊരു പള്ളി ഉദ്ഘാടനം ചെയ്യണം. ആയിക്കോട്ടെ എന്ന് മൂപ്പര് പള്ളി ഉദ്ഘാടനം ചെയ്തു. മൂപ്പര് എന്നെ പറയാണ് കേട്ടാ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മൂപ്പരെ ക്ഷണിക്കാൻ വന്നു, ചോദിച്ചു എന്താണെന്ന്. ഇവിടെ പള്ളിക്ക് തൊട്ടിട്ടൊരു അമ്പലമുണ്ട്, അവരുടെ ഒരു പെട്ടിയുണ്ട്. പെട്ടിയിൽ എല്ലാ ഹൈവേയിൽ കൂടി പോകുന്ന വണ്ടികൾ 2 റുപ്യ വീതം ഇടും. അപ്പോൾ അവർക്ക് നല്ല കാശുണ്ടാകുന്നുണ്ട്. നമ്മുടെ പള്ളിക്ക് കാശുണ്ടാവാൻ വേണ്ടി ഒരു ഖബർ ഉദ്ഘാടനം ചെയ്യണം തങ്ങളെ എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ ചോദിച്ചോലോ, തങ്ങൾ പറയണേ, തങ്ങൾ ചോദിച്ചു ഖബറിൽ ആരുടെ ഒന്ന്, നിങ്ങൾ മരിക്കുമ്പോൾ കടത്തിക്കോളാൻ. ഇങ്ങനെയുള്ള തട്ടിപ്പിലൂടെ റസൂലുള്ള പഠിപ്പിച്ച സിയാറത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണർത്തി. അള്ളാഹു റസൂൽ മരിക്കുമ്പോൾ 3 ദിവസം മുമ്പ് വരെ അത് പറഞ്ഞു. എന്ത്? അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി എൻ്റെ ഖബറിനെ നീ മാറ്റരുതേ രക്ഷിതാവേ. അപ്പോൾ റസൂലുള്ളാഹിയെ പോലത്തെ വ്യക്തിത്വത്തെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല, കാണുകയില്ല, കാണാൻ പാടുള്ളതുമല്ല. അങ്ങനെയുള്ള മഹാവ്യക്തിത്വം വരെ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഖബറിനെ ആരാധിക്കപ്പെട്ടാൽ, അവരുടെ ഖബറിൽ സിയാറത്ത് ചെയ്യുന്നതിന് പകരം, അവരുടെ ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട് സലാത്ത് ചെല്ലുന്നതിന് പകരം, അവരോട് സലാം പറയുന്നതിന് പകരം അവിടെ ആരാധനയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ബിംബത്തിനോട് ആരാധിക്കുന്നതിനോട് തുല്യപ്പെടുമെന്നാണ് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നേതാവ് പറഞ്ഞു പോകുന്നത്. കൂട്ടരെ, ബിംബാരാധകന്മാർ ചെയ്യുന്നതിനോട് തുല്യപ്പെട്ടു പോകും. നബിയെ കാക്കണേ എന്ന് അവിടുന്ന് പറഞ്ഞാൽ നബിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നമ്മോട് റസൂൽ കൽപ്പിച്ച കൽപ്പനയാണ്, അതാണ്. അള്ളയും കൽപ്പിച്ചത് അതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. നബിക്ക് അനുഗ്രഹത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ റസൂലിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് സലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ രക്ഷിക്കണം, അവരെ നീ അനുഗ്രഹിക്കണം എന്നാണ് നാം സലാത്ത് ചെല്ലുക എന്ന വാക്കിന്റെ അർത്ഥം. റസൂല് പറയുന്നു നമ്മളോട്, അല്ലയോ എൻ്റെ ഉമ്മത്തുകളെ, 5 വക്ത് നമസ്കാരത്തിന്റെ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ, ബാങ്കി പറയും പോലെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ വസീല വൽ ഫളീല എന്ന ആ പ്രാർത്ഥന, എനിക്ക് പരലോകത്തിൽ മോക്ഷം നേടാൻ, പരലോകത്തിൽ ശഫാഅത്തിന്റെ അധികാരം കിട്ടാൻ നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ബാങ്കിന് ശേഷം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ശഫാഅത്ത് കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടില്ലേ? റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാൻ എന്താ പറഞ്ഞത്? അമൽ ചെയ്യണം, നിസ്കരിക്കാൻ പള്ളിയിലെത്തണം, എന്നിട്ട് ബാങ്ക് വിളി കേൾക്കണം. കേട്ടാ പോരാ, അതുപോലെ പറയണം, പറഞ്ഞാ പോരാ, പിന്നെയോ അത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയും വേണം. ആർക്ക് വേണ്ടി? റസൂലുള്ളാഹിക്ക് വേണ്ടി. കണ്ടില്ലേ? അപ്പോൾ പ്രവർത്തന ഫലമല്ലാതെ ബൈ ചാൻസിൽ കൂടിയോ, അല്ലെങ്കിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടോ, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തിട്ടോ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയിട്ടോ കെട്ടിപ്പൊക്കരുത് എന്ന് റസൂല് മരിക്കാൻ കിടക്കുന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കായിട്ടാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്താ? ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ. ഒരു വിഭാഗത്തോട് അള്ളാഹ്ക്ക് ശാപം, കോപം, ദേഷ്യം. ആരാണ്? നബിമാരുടെ, ചില റിപ്പോർട്ടിൽ സാലിഹീങ്ങളുടെ ഖബറുകളെ ആരാധനാലയമാക്കി മാറ്റിയവർ. അതുകൊണ്ട് അലിയുടെ പേരിൽ, അബ്ദുല്ലാഹി മുബാറക്കിന്റെ പേരിൽ, അതുപോലെ ഇല്ലാത്ത ഖബറുകൾ കേരളത്തിൽ എത്രയോ ഇടങ്ങളിൽ. ഫരീദ് ഔലിയ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഫരീദ് ഔലിയ. ഞാനൊരു സംശയം വന്നിട്ട്, ഞാൻ ചെറുപ്പത്തിലെ പള്ളി ദർസിൽ ഓതിയ മുസ്ലിയാരാണല്ലോ, നിങ്ങൾക്കറിയാം. നമ്മുടെ സമസ്ത പണ്ഡിതന്മാരെന്നിട്ട് പലരും എന്നെ പഠിപ്പിച്ചവരാണ്. ഞാൻ ഇത് ചെറുപ്പത്തിലെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ ഫരീദ് ഔലിയാനെ കുറിച്ച് ഞാൻ ചിലരോട് ചോദിച്ചു, അല്ല എന്താ ഷെയ്ഖ്, അല്ലെങ്കിൽ എന്താ മുസ്ലിയാരെ, മൗലവി, എല്ലായിടങ്ങളിലും ഫരീദ് ഔലിയാണ്. മറുപടി അദ്ദേഹം കേട്ടത് പറയാണ്, അദ്ദേഹത്തിനെ കുറിച്ച് വിവരമൊന്നുമില്ല. മറുപടി എന്താണെന്ന് അറിയാമോ? ഇവിടെ കൈയാണ്, അവിടെ വിരലാണ്, മറ്റടുത്ത് കാലാണ്, മറ്റടുത്ത് തലയാണ്. എന്താ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ണിച്ച് ഡിവൈഡ് ചെയ്യല? തോന്നിയാസം പറയുന്നേ. അത് ഉൾക്കൊള്ളാനും മനുഷ്യന്മാർ, അത് പറയാനും പറഞ്ഞു നടക്കാനും മനുഷ്യന്മാർ. അപ്പോൾ എന്താണ് ഈ ഫരീദ് ഔലിയാന്റെ പേര് പറയുമ്പോൾ, മമ്മൂട്ടി ഉപയോഗിച്ച ലുങ്കിയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾ വാങ്ങുമല്ലോ എന്നതുപോലെ ഫരീദ് ഔലിയാന്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പിന്നിൽ വരാൻ, അതിൻ്റെ പിന്നിൽ കാശിടാൻ, ആ പെട്ടിയിൽ കാശിടാൻ ആളെ കിട്ടും. അതിനുണ്ടാക്കുന്നതായ ബിസിനസ്സാണ്. ഇസ്ലാമിൽ സിയാറത്തുണ്ട്. സിയാറത്ത് ഏത് മുസ്ലിമിന്റെ ഖബറാണെന്ന് ഉറപ്പായാൽ അവിടെ ചെന്നാൽ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. റസൂലുള്ളാഹിന്റെ വാക്കാണ്, റസൂലുള്ള പഠിപ്പിക്കുന്ന ശൈലിയാണ്. ഖബറാളികളെ, മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഖബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾ അല്പം മുമ്പ് പോയി, അല്പം കഴിഞ്ഞാൽ ഞാൻ വരും എന്ന് അവരോട് പറയുക. അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ അതിനപ്പുറം ഇന്ന്
എടുത്ത് കാട്ടുന്നതല്ല, റസൂൽ പഠിപ്പിക്കാത്തതാണ്. റസൂൽ പഠിപ്പിച്ചതിൽപ്പെട്ടത് ആത്മീയമായിട്ട് അതിൽ വഞ്ചനയില്ലാതെ അത് ബിസിനസ്സാക്കി മാറ്റാതിരിക്കാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ചതിൽ പെട്ടതാണ് എന്ത്? പരലോകം ഓർക്കണം. ഖബർ സന്ദർശിക്കുമ്പോൾ നോക്കൂ, അല്ലാഹുവിന്റെ ദൂതൻ സുബ്ഹാനല്ലാഹ്, അത്ര വലിയ ഒരു വ്യക്തിത്വത്തെ ലോകം കണ്ടിട്ടില്ല. അവരാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. എന്നിരിക്കുമ്പോൾ ഞാൻ മരിക്കാതിരിക്കാൻ പറ്റുമോ? വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. എവിടെയെങ്കിലും ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ട് ഭൂമിയിൽ താമസിക്കാനുള്ള ചാൻസ് ലഭിക്കുമെങ്കിൽ ഈ ദൂതർക്കായിരുന്നു ലഭിക്കേണ്ടത്. അല്ലാഹു പറയുന്നു, മാ കാന ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ. ഒരു വ്യക്തിക്കും ഇവിടെ സ്ഥിരമായി താമസിക്കാനുള്ള ചാൻസ് ഞാൻ നൽകിയിട്ടേ ഇല്ല മുഹമ്മദേ. നിങ്ങൾ മരിക്കുമെങ്കിൽ അവർ ജീവിക്കാനോ? അള്ളാന്റെ ചോദ്യം, നിങ്ങൾ മരിക്കുമെങ്കിൽ അവർ ജീവിക്കാനോ? അതുകൊണ്ട് റസൂലുള്ളാഹി മരിച്ചു എന്ന വാർത്ത നാം അറിയുമ്പോഴും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുമ്പിൽ വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നാം സലാം പറയുമ്പോഴും നാം ഒന്ന് ഞെട്ടുന്നു. എനക്കും പോകേണ്ടതുണ്ട്. അപ്പോൾ നബിയുടെ പിന്നാണ് നടന്നുകൊണ്ട് നബി പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയുകൊണ്ട് ജീവിച്ചല്ലാതെ രക്ഷയില്ല. നബി ഇവിടെ ആ മതത്തെ നിലനിർത്താൻ, സ്ഥാപിക്കാൻ, പ്രചരിപ്പിക്കാൻ വേണ്ടി 70ഓളം പോരാട്ടം നടത്തി. 28ഓളം യുദ്ധത്തിൽ റസൂൽ പങ്കെടുത്തു, അല്ലെങ്കിൽ 25ഓളം പോരാട്ടത്തിൽ. അങ്ങനെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ സഹാബാക്കൾ, മുഹാജിറുകൾ ഇവിടെ വന്നതായ ആ സഹാബാക്കൾക്ക് വേണ്ടി ഇവിടെ തിണ്ണ കെട്ടിക്കൊടുത്ത് അവർക്ക് വേണ്ടി വേണ്ടതെല്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ഈ മദീനയെ മക്കയിലുള്ള അനുഗ്രഹത്തെക്കാളും ഡബിൾ അനുഗ്രഹം ഈ മദീനയിൽ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ്? ആ പ്രബോധകന്മാർക്ക് അതിലൂടെ പ്രചോദനം കിട്ടാൻ വേണ്ടി തന്നെ. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും പച്ചക്കള്ളം അല്ലെങ്കിൽ വഞ്ചന ഈ മദീനവാസികൾക്കെതിരിൽ ചെയ്താൽ വെള്ളത്തിൽ ഉപ്പിട്ടാൽ ഉരുകുന്നത് പോലെ അവൻ ദീനിൽ നിന്നിട്ട് ഉരുകിപ്പോകും. മദീനക്കാരെ കൊണ്ട് തൊട്ട് കളിക്കരുത്. മദീനക്കാരിൽ ഇല്ലാത്തത് ആ മദീനയിൽ കൊണ്ടുവരാത്ത അനാചാരമോ അല്ലെങ്കിൽ അനിസ്ലാമിക തത്വങ്ങളോ അല്ലെങ്കിൽ കരിഞ്ചന്തകളോ ദീനിന്റെ പേരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടാക്കിയാൽ അവൻ ദീനിൽ നിന്നിട്ട് തന്നെ ഉരുകിപ്പോകുമെന്ന് ബുഖാരിയിൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഭാഗവും ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മുടെ മുമ്പിൽ ക്ലിയറായി നിരത്തി വെച്ചതാണ് എന്ത്? ഈ മതത്തിനെ നാം എങ്ങനെയാണ് ആത്മീയ വളർച്ചയ്ക്കുള്ളതായ മാധ്യമമാക്കി മാറ്റേണ്ടത്. നമ്മുടെ ആത്മാവ് വളരാനുള്ളതാണല്ലോ ഈ മതം. ആത്മാവിനെ വഞ്ചിക്കാനുള്ളതല്ല, ആത്മാവിനെ തകർത്താനുള്ളതല്ല, ആത്മാവിനെ വശീകരിക്കാനുള്ളതല്ല, മതത്തിൻ്റെ പേരിൽ കരിഞ്ഞെന്നുണ്ടാക്കാനുള്ളതല്ല. അങ്ങനെ ആക്കേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ ഈ ആത്മാവിനെ വളർത്തുന്നതാക്കി മാറ്റേണ്ടത് എങ്ങനെയാണ്? ഇത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ അതിന് മറുപടിയില്ല. ആർക്കും ഒന്നും പറയാൻ പറ്റൂല. എൻ്റെ മുമ്പിൽ സദസ്യരിൽ പ്രത്യേകിച്ച് അതിഥികൾ ഇരിക്കുന്നത് ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തുന്നു, ഇപ്പോൾ ഉള്ള ജനങ്ങൾ ചെയ്യുന്ന കരിഞ്ചന്ത ഞാൻ പലപ്പോഴും വിൽക്കുന്നതായിട്ട് വരെ കണ്ടു. എന്ത്? മദീനയിൽ മലയാളികൾ കൂട്ടത്തിലുണ്ട് കേട്ടോ, നിങ്ങളല്ല. എന്ത്? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ കോലമായിട്ട് 2-3 കോലത്തിലുള്ള ഫോട്ടോസുകൾ ഹജ്ജ് സീസണിൽ ഇവിടെ വിൽപ്പന നടക്കും. ഹജ്ജ് സീസണിൽ ഇവിടെ വിൽപ്പന നടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ കരിഞ്ചന്റെ വിൽപ്പനയുടെ കോലം അവിടെയുള്ള ഖബറാണെങ്കിലോ ബുഖാരിയിലുണ്ട്, കാന ഖബറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസന്നമ, കെട്ടിപ്പൊക്കപ്പെടാത്തതായ തസ്നീം ചെയ്ത വെറും മൺകൂനകളായി നിൽക്കുന്നു, കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല എന്ന് ഹദീസിലുണ്ട്. കാണുന്ന കാലഘട്ടത്തിന്റെ കോലം അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം 1350 വർഷമായിട്ട് കാണാനുമില്ല. അത് വൻമതിലകത്തായി മാറുകയും ചെയ്തു. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ ആരടോ ക്യാമറയുമായിട്ട് ഇറങ്ങിയത്, ആരടോ ഈ ഫോട്ടോ എടുത്തത്, എവിടത്തെയോ ഏതോ ഹുമൈനിന്റെ ഖബറോ മറ്റല്ലാഹു എനിക്കറിയില്ല, ഏതോ ഖബറുകളുടെ ഫോട്ടോ എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് മദീനയിൽ വിൽക്കുക. റസൂൽ പറയുന്നു, അവൻ ഉരുകിപ്പോവും, വെള്ളത്തിൽ ഉപ്പിട്ടാൽ ഉരുകുന്നത് പോലെ അവൻ ദീനിൽ നിന്നിട്ട് ഉരുകിപ്പോകുന്നതാണ്. ദീനിന്റെ പേരിൽ മദീനത്തിൽ വെച്ചിട്ട് ആരെങ്കിലും കരിചന്ത ഉണ്ടാക്കിയാൽ, ബിദ്അത്ത് ചെയ്താലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനു മുമ്പ് മദീന ബോർഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? അങ്ങനെ കരിഞ്ചന്ത ഉണ്ടാക്കുന്നവനെ അല്ലാഹ് ശപിക്കട്ടെ, റസൂൽ ശപിക്കട്ടെ, നബിമാർ ശപിക്കട്ടെ, മാലാഖമാർ ശപിക്കട്ടെ എന്ന്. അതിനപ്പുറം എന്നത് വേണം? അല്ലാഹ് ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ വല്ല സഹായിയെ ലഭിക്കുമോ? ശ്രദ്ധിക്കണം. എന്തെങ്കിലും പറഞ്ഞ് തടികൈച്ചലാക്കലല്ല, എന്തെങ്കിലും പറഞ്ഞ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാക്കലല്ല. അതാണ് നാം ഇവിടെ പറഞ്ഞ നമ്മുടെ വിഷയം. എന്ത്? വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ബിസിനസ്സാക്കി മാറ്റുന്ന വിഭാഗം ആത്മീയ വളർച്ചക്കാണ് എന്ന് തോന്നിപ്പിക്കുന്നു. ആ തോന്നിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്ത് നിന്നിട്ട് പുസ്തകത്തിലുള്ളത് പോലെ സലാം പറഞ്ഞാൽ സമാധാനം വരുന്നില്ല. കാരണം അങ്ങനെയല്ല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ കാട്ടണം, ഇങ്ങനെ കാട്ടണം, അങ്ങനെ കാട്ടണം.
ഇമാം ഖസാലി പറയുന്നു, ഖസാലി ഇമാം കേട്ട് പരിചയമുണ്ടല്ലോ, ഖസാലി ഇമാം കേരളക്കാർക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അൽ ഖസാലി. അദ്ദേഹം പറയുന്നു എന്ത്, ലൈസ മിനസ് സുന്നതി അൻ തതമസ്സഹ ബിൽ ജിദാരി വല അൻ തുഖബ്ബില. ഇസ്ലാമിൽപ്പെട്ടതല്ല, ദീനിൽപ്പെട്ടതല്ല, സുന്നത്തിൽപ്പെട്ടതല്ല, സുന്നി ചെയ്യാൻ പാടുള്ളതല്ല. എന്ത്, ഖബർ ചുംബിക്കുന്ന വേളയിൽ, അതിൻ്റെ ഖബർ സന്ദർശിക്കുന്ന വേളയിൽ അതിൻ്റെ ചുമരുകളെ, മതിലുകളെ ചുംബിക്കുക എന്നത്, തൊടുക എന്നത്, ആ പരിപാടി മിൻ അഅമാലിൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികളുടെ പരിപാടിയാണ്. ആരാന്റെ ചൂറ് തിന്നിട്ട് എന്നെ പോലത്തെ മുസ്ലിംമാർ പള്ളി ദർസിൽ ഓതിയതായ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലത്തെ ഗ്രന്ഥത്തിന്റെ ഷോട്ടായ മൗഇദത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന പുസ്തകത്തിലുള്ള ഭാഗമാണ് കേൾക്കുന്നത്. എൻ്റെ പോക്കറ്റ് എന്ന് വല്ലതും പറയല്ല. ഇവിടെ പട്ടണത്തിൽ ഇറങ്ങിയ 20 റിയാലിന് കിട്ടും പുസ്തകം. നമ്മുടെ കേരളത്തിലുള്ള പഴയ പള്ളി ദർസിലും കിട്ടും പുസ്തകം. ഇമാം ഖസാലിൻ്റെ വാക്ക് എന്ത്, ആ പരിപാടി ഖബറിൻ്റെ പരിസരത്തിൽ വെച്ചിട്ട് ഖബറാളികളോട് സലാം പറയുന്നതിന് പകരം മീസാങ്കല് തൊടലും തൊട്ടുചുംബനം നടത്തലും ഇല്ലാത്ത തോന്നിവാസം ചെയ്യലും അത് ജൂത ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ്, നമ്മുടെ സ്വഭാവമല്ല എന്ന് ഖസാലി പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ പ്രസംഗിക്കുന്നത്, അതുപോലെ സൗദി പണ്ഡിതന്മാരൊക്കെ ദീനിൻ്റെ കാര്യത്തിൽ പറയുന്നത് അത് കരിഞ്ചന്ത വേണ്ട എന്നതും ദീനിലില്ലാത്തത് പലതും കയറിക്കൂടിയത് വേണ്ട എന്നതും എന്നല്ലാതെ ദീനിലുള്ളത് പറയണ്ട എന്ന് ആർക്കും അഭിപ്രായമില്ല. അവർ പറയണമെന്ന നിർബന്ധക്കാരാണ്. അതാണ് ഇന്ന് മക്ക മിമ്പറിൻ്റെ മീതെ ജലീസ് നല്ല കൂട്ടുകാരെ നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് തോന്നിവാസികളെ സെലക്ട് ചെയ്താൽ പിന്നെ അവർ കാട്ടും പോലെ ആനപ്പോക്ക് നിങ്ങളും കാട്ടേണ്ടി വരുമെന്ന് പറയും പോലെ. അതുകൊണ്ട് അങ്ങനെയുള്ള തോന്നിവാസങ്ങളിൽ പെടാതിരിക്കാൻ നല്ലവരെ തന്നെ മുമ്പ് നിങ്ങൾ സഹപാഠികളായി, സഹജീവികളായി, സഹപ്രവർത്തകരായി, ബിസിനസ്സിൽ പാർട്ട്ണറായി ഒക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മദീന ഇമാമ് അതിൽ പറയണം, സത്യം പറയണം, കളവ് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇഹ്സാൻ വേണം എന്ന് പ്രസംഗിച്ചപ്പോഴും സൂചിപ്പിച്ചതും റിയാദ് ഇമാമ് അവിടെ കള്ളം പറയാൻ പാടില്ല എന്ന് പ്രത്യേകം ആ വഞ്ചനയെക്കുറിച്ചും കളവിനെക്കുറിച്ചുമുള്ള അതിൻ്റെ പിന്നിലുള്ള അപകട ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഉണർത്തിയതും ഇവിടെ ശ്രദ്ധേയമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ടൈം അതിക്രമിച്ചിരിക്കുകയാണ്. 10 മിനിറ്റ്. എന്നാൽ അല്ലാഹുവിന്റെ ദൂർ പറയുന്നു, ലാ യകീദു അഹ്ലൽ മദീനത്തി അഹദുൻ ഇല്ലൻ മാഅ കമാ യൻമഉൽ മിൽഹു ഫിൽ മാ. നിങ്ങൾ കേട്ട ഹദീസ് 1877 ബുഖാരിയിൽ. രണ്ടാമത്തത് ലിക്കുല്ലി ഖാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമ യുറഫു ബിഹി. വഞ്ചകർക്ക് പരലോകത്തിൽ പ്രത്യേക പതാകയുണ്ട്. ആ പതാകയിലൂടെ അവൻ അറിയപ്പെടും. ബുഖാരിയിൽ 6966 ഹദീസിൽ റസൂൽ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത ഖിബ്. വഞ്ചകൻ, ചതിക്കുന്നവൻ, മുസ്ലിങ്ങളെ വഞ്ചന ചെയ്യുന്ന ആൾ, ചതിക്കുന്ന ആൾ, അത് ദീനിന്റെ പേരിലാവട്ടെ ദുനിയാവിന്റെ പേരിലാവട്ടെ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. വലാ മന്നാൻ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി, ഞാൻ നിനക്ക് അത്ര കാശ് തന്നില്ലേ, ഞാൻ നിനക്ക് വിസ തന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടത് തന്നില്ലേ, എന്താടാ നീ എന്നെ കാണുമ്പോൾ എണീറ്റ് നിൽക്കാത്തത്, എന്താ എനിക്കൊരു ഫിസിക്കോലെങ്കിലും തരാത്തത്, അങ്ങനെയൊക്കെയല്ലേ ഇന്നത്തെ കാലം അല്ലേ, എന്തെങ്കിലും കൊടുത്ത് അങ്ങോട്ട് കിട്ടണം. മന്നാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരാണ് മന്നാൻ. റസൂൽ പറയുന്നു, വലാ ബഖീൽ ലുബ്ദൻ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. 1963 തുർമുദിയിലാണ് നിങ്ങൾ കേട്ടതായ ഹദീസ്. അതുപോലെ തന്നെ ഈ ദീനിനെ വിൽക്കുക എന്ന നമ്മുടെ വിഷയത്തിൻ്റെ ഹൃദയഭാഗമാകുന്ന ആ വിൽപ്പനയിൽ പെട്ടതായ ഒരു ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം ലോകത്തിൽ വ്യാപകമായി കാണുന്നതായ ചികിത്സയുടെ പേരിലുള്ളതായ വിൽപ്പന. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തുറച്ച് കാണുന്നത്, ഇവിടെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ പ്രസംഗിച്ചപ്പോൾ ഏകദേശം വ്യക്തമായി. എൻ്റെ തൊള്ളയിൽ കൂടിയല്ല, സൗദർബൻ പണ്ഡിതൻ്റെ തൊള്ളയിൽ കൂടി തന്നെ നിങ്ങൾക്കത് കേൾക്കാൻ സാധിച്ചു. എന്ത്, റസൂലുള്ളാഹിൻ്റെ ശരീരവുമായി തൊട്ട സാധനം ലോകത്തിൽ 100 വർഷത്തിന് ശേഷം, നബി വഫാത്തായിട്ട് 100 വർഷത്തിന് ശേഷം 100 ഇത് ഇന്നതാണെന്ന് പറയാൻ നമ്മുടെ മുമ്പിലില്ല. ഞാൻ കൂട്ടിച്ചേർക്കാം, അതോടൊപ്പം നമ്മുടെ മുമ്പിൽ റസൂലുള്ളാഹിയുടെ വാക്കാണ്, എഴുത്താണെന്ന പേരിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ബുഖാരിയിൽ കണ്ടതുകൊണ്ടാണ് കൂട്ടരേ നാം വിശ്വസിച്ചത് എന്നല്ലാതെ എഴുത്ത് മാത്രം അവിടെ ഇസ്കന്ദരിയിൽ കണ്ടതുകൊണ്ടല്ല. നാം അങ്ങനെ കണ്ട എഴുത്തിൻ്റെ പിന്നിൽ നിന്ന് ഓടുന്നവരല്ല. ഇസ്കന്ദരയിൽ കണ്ട എഴുത്തും ഇസ്കന്ദരയിലെ ലൈബ്രറിയിൽ റസൂലുള്ളാഹിന്റെ കൈയെഴുത്താണെന്ന് പറയുന്ന കുറിപ്പുണ്ട്. പണ്ട് മുഖൗഖിസ് രാജാവിന് അയച്ച എഴുത്താണെന്ന് പറയുന്ന കുറിപ്പുണ്ട്. ഹിറക്കൽ ചക്രവർത്തിക്ക് അയച്ച എഴുത്താണെന്ന് പറയുന്ന എഴുത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എവിടെ? തുർക്കിയയിൽ. അങ്ങനെയുള്ള എഴുത്തുകളെല്ലാം റസൂലുള്ളാഹിയുടെ എഴുത്തും റസൂലുള്ളാഹിയുടെ മോതിരത്തിൻ്റെ അകത്ത്
മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ടുണ്ട്. അള്ളാഹ് എന്ന പദം മീതെ, റസൂലു എന്ന പദം മധ്യത്തിൽ, മുഹമ്മദ് എന്ന പദം ലാസ്റ്റ്. അങ്ങനെയാണ് എഴുത്തിൻ്റെ കോലം. അങ്ങനെയാണ് ഇതൊക്കെ നാം എങ്ങനെ പഠിച്ചു? അത് പഠിച്ചത് യഥാർത്ഥത്തിൽ ശൃംഖലയിൽ കൂടി സ്വീകാര്യോഗ്യവാന്മാരായ സഹാബാക്കൾ, താബിഈങ്ങൾ, ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാമിങ്ങൾ ക്രോഡീകരിച്ച് എഴുതി റെക്കോർഡാക്കി പോയതിലൂടെ മാത്രമാണ്. എപ്പോഴും കേട്ട് പരിചയമുള്ള ബുഖാരിയിലുള്ളതായ 7-ാം നമ്പർ ഹദീസിലാണ് റസൂൽ അയച്ചതായ ആ എഴുത്ത് ആരുടെ കൂടെ? തഹിയ്യത്തുൽ കൽബിയുടെ കൂടെ അയച്ചതായ എഴുത്ത്. അതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലിം തസ്ലം യുതികല്ലാഹു അജ്റക മറത്തൈൻ എന്ന വാക്ക് പറയുന്നത്. ആ എഴുത്ത് ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. മദീന ലൈബ്രറിൻ്റെ അകത്ത് അതിൻ്റെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്തിട്ട് പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് ഉള്ളതായിട്ട് ചില കാലഘട്ടങ്ങളിൽ കണ്ടു. എന്നാൽ അതിലൂടെയല്ല. എന്നിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് 1400 കൊല്ലം കഴിഞ്ഞ ശേഷം ഒരു കെട്ടുമുടിയുമായി വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുക? പറ്റൂല. റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ പണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ റസൂലുള്ളാഹിന്റെ ശരീരം തൊട്ടത് പവിത്രതയുള്ളതാണ്, സംശയമേ ഇല്ല. റസൂലുള്ളാഹി മുടി എടുത്ത കാലഘട്ടത്തിൽ ഈ ഏകദേശം കാതിൻ്റെ നേരെ താഴെയായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള മുടിയെ ബുഖാരിയിൽ പരിശോധിച്ച് നോക്കുക. വിതരണം ചെയ്തപ്പോൾ 1, 2, 3 ഒക്കെയാണ് ഓരോ ആൾക്കാരുടെ കയ്യിൽ വന്നത് എന്നാണ്. 1, 2, 3 1, 2, 3 മുടി എത്തിയതെങ്കിൽ ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഒരു കെട്ടുമുടി എങ്ങനെ എത്തി? അതും 1400 കൊല്ലം കഴിഞ്ഞ ശേഷം 70 സെന്റിമീറ്റർ നീളമുള്ളത് എങ്ങനെ എത്തി? ബുദ്ധി വേണ്ടേ? നാം ആ ചോറ് തന്ന ബുദ്ധി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഖുർആൻ പറയാൻ കാരണം, ഇന്ന ഹദൈനാഹു സബീല, നിങ്ങൾക്ക് ഞാൻ സത്യവും അസത്യവും ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമ്മ ശാക്കിറ, ഒന്നിരിക്കലോ നീ നല്ല നന്ദിയുള്ള റൂട്ട് കൈകൊള്ളുക, വൈമാ കഫൂറ, അല്ലെങ്കിൽ തോന്നിവാസികൾ പറയും പോലെ ഭൂരിപക്ഷത്തിന്റെ പിന്നിലാണ് നടക്കുന്നെങ്കിൽ അങ്ങനെ കാട്ടിക്കോ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് നാം ഇത്തരം കാര്യം കേൾക്കുമ്പോൾ നാം ഒരു വിഭാഗത്തിനോടോ ഒരു സംഘടനയോടോ പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു അറപ്പോ വെറുപ്പോ ഒന്നും തന്നെ ഉള്ളത് കൊണ്ടല്ല, ദുഃഖം കൊണ്ടും ഖേദം കൊണ്ടും പ്രയാസം കൊണ്ടും എൻ്റെ എൻ്റെ കുടുംബ മെമ്പർമാരടക്കമുള്ള നാട്ടിൽ ഇങ്ങനെയുള്ള കരിഞ്ചന്തകൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതുപോലെ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് എന്നെ വിടുകയില്ലല്ലോ എന്നത് ഓർത്തുകൊണ്ടാണ് അങ്ങനെയുള്ള വേദി ഇന്നത്തെ ദിവസത്തിലൂടെ എനിക്ക് ലഭിച്ചതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം ഉണർത്തുന്നത്. നാം റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. അവരുടെ ശരീരം തൊട്ടതായ സാധനങ്ങളിൽ പവിത്രതയുണ്ട് എന്നത് ബുഖാരിയിലും മറ്റൊക്കെ വന്നതാണ്. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാത്തതിനെ ഉണ്ടാക്കി, കരിഞ്ചന്ത ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചിക്കുക, വശീകരിക്കുക എന്നത് അതാണ് ഇസ്ലാമികത്വമാണ്. നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പരിസരത്തിൽ ധാരാളം ശുബ്ഹാത്തുകൾ കറങ്ങുന്നുണ്ട്. ഒമനിത്തഖ ശുബ്ഹാത്ത്, തിരിച്ചറിയാൻ പറ്റാത്ത ആണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ ആരെങ്കിലും വിട്ടുതന്നാൽ ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി, അവൻ്റെ ആദർശത്തെ ക്ലിയറാക്കിയ ആളായി മാറി, സംരക്ഷിച്ച ആളായി മാറി എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതുവരെ പറഞ്ഞത് സൽക്രമമായി സ്വീകരിക്കട്ടെ. ഇതോടുകൂടി എൻ്റെ ഈ വിഷയം നിങ്ങളിവിടെ അനൗൺസ് ചെയ്ത വിഷയത്തിനുള്ളതായ ഉദ്ഘാടന കർമ്മമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മതത്തെ പ്രചരിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ മതത്തിനെ നിലനിർത്താൻ വേണ്ടിയും അത് നടപ്പാക്കാൻ വേണ്ടിയും സദാ പരിശ്രമിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد دعوتنا وأراد إسلامنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فأشغله في نفسي واجعل تدميره يا رب العالمين. أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. توفنا مسلمين والحقنا بالصالحين. പ്രയാസങ്ങളോടെ പ്രയാസം നീക്കണേ നാഥ. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.